ഒരാശ്വാസമുണ്ട്. പ്രതാപേട്ടനെ പോലെ കുറുക്കന്റെ ബുദ്ധിയല്ല ഉദയന്. അമ്മേ, അശ്വിന്റെ അച്ഛൻ അമ്മയുടെ ദേഹത്ത് കൈവയ്ക്കാറുണ്ടോ? ഇവിടെ വെച്ച് 1-2 തവണ തല്ലിയിട്ടുണ്ട്. പൊതുവെ കുഴപ്പമില്ല. കലി കയറിയ പിന്നെ കണ്ണു കാണില്ലെന്നേ ഉള്ളൂ. ഉദയനെങ്ങനെ മോളെ? ദേഹോപദ്രവം ഉണ്ടോ? ഇല്ല. അതിന് പകരമായി വാക്കുകൾ കൊണ്ട് നൊമ്പരപ്പെടുത്താൻ നോക്കും. ഞാനതൊന്നും അത്ര കാര്യാക്കാറില്ല. മോള് വസന്തരമായി അനുസരിക്കുന്നതും ബിസിനസ്സിൽ ഇടപെടുന്നതും ആ കുടുംബത്തിന് വേണ്ടിയാണെന്ന് ഒരു സമയത്ത് ഉദയൻ തിരിച്ചറിയാതിരിക്കില്ല. അങ്ങനെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഈ മുറിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ മോക്ക്? എന്താ? പണ്ട് ഇതെന്റെ മുറിയായിരുന്നു. അശ്വിനെയും ആദിത്യനെയും പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇതിനകത്താണ് കിടന്നത്. അതിനും കുറെ വർഷം മുമ്പ് ഒരു കുഞ്ഞെന്റെ ചൂടുപറ്റി ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്, ഇതേ കട്ടിലിൽ. നീ ഞാൻ പ്രസവിച്ച എന്റെ ആദ്യത്തെ കുട്ടി. പക്ഷേ അധിക ദിവസം മോളിവിടെ ഉണ്ടായില്ല. അമ്മയെന്ന് വിളിച്ച് നീ കൊഞ്ചിക്കുഴയുന്നത് കാണാനും കുഞ്ഞു ചൂടുകൾ വെച്ച് ഓടിക്കളിക്കുന്നത് കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായില്ല. അപ്പോഴേക്കും നീ അകന്നുപോയി. അല്ല, മോളെ നിന്റെ അച്ഛനെയും അകലേക്ക് പറഞ്ഞയക്കായിരുന്നു. എനിക്കും അതിൽ പങ്കുണ്ട്. ഇതൊന്നും പറയണ്ട അമ്മേ, എനിക്കിതൊന്നും കേൾക്കണ്ട. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക എന്തിന്റെ പേരിലായാലും ഒരു സ്ത്രീക്ക് അതിൽ പരമൊരു ക്രൂരത കാണിക്കാനാവില്ല. അതോർത്താൽ അമ്മ എന്ന സ്ഥാനത്തിന് പോലും അർഹയല്ല ഞാൻ. മതിയമ്മേ. എന്നിട്ടും നീ എന്നോട് സ്നേഹം കാണിക്കുന്നല്ലോ കുട്ടി. ഒരിക്കൽ മോളെന്നെ വെറുത്തിരുന്നില്ലേ? സത്യം പറ, ഇല്ലേ? എന്നെ ശപിച്ചിരുന്നില്ലേ? വെറുത്തിരുന്നു എന്നത് നേരെ, പക്ഷെ ഒരിക്കൽ പോലും ശപിച്ചിട്ടില്ല. മോളെ, സുമിത്രമ്മ എന്റെ വളർത്തമ്മയാണെന്നും പെറ്റമ്മ മറ്റൊരാളാണെന്നും ആദ്യമായി കേട്ടപ്പോഴുള്ള ഷോക്ക് അതിപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ആരാണെങ്കിലും ആ സ്ത്രീ എന്റെ ആരുമല്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. എന്നെ ഉപേക്ഷിച്ചതിനേക്കാൾ അച്ഛനെ തള്ളിപ്പറഞ്ഞതിലായിരുന്നു എനിക്ക് ദേഷ്യം. തുറന്നു പറഞ്ഞ ആ ദേഷ്യത്തിന്റെ ഒരു അംശം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അത്രയ്ക്ക് പാവായിരുന്നു എന്റെ അച്ഛൻ. ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. അത്രയ്ക്ക് വലിയ ഭൂകമ്പമായിരുന്നു അന്നിവിടെ. ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അച്ഛനും അമ്മയും, കോവിലകത്തിന് തീ കൊളുത്താൻ ഒരുങ്ങിയ അമ്മാവന്മാരും, ഒരു കുടുംബത്തിന്റെ ഭാവി. ലോകപരിചയമില്ലാത്തൊരു പെണ്ണിനെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഞാനിവിടെ വന്ന സമയത്തും അമ്മ എന്നോട് ശത്രുവിനെ പോലെ പെരുമാറി. അതെന്തിനായിരുന്നു?
എന്റെ കുറ്റബോധത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമായിരുന്നു അതെന്ന് തോന്നുന്നു. കാണുമ്പോൾ ദേഷ്യപ്പെട്ടെങ്കിലും അതോർത്ത് ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് ആരായിരുന്നാലും അയാളോട് നന്ദി പറയുന്നു. ആ സംഭവത്തോടെയാണല്ലോ അമ്മ എനിക്ക് തിരിച്ചു കിട്ടിയത്. അമ്മേ, പിന്നീട് ഒരിക്കലും അച്ഛനെ അമ്മ കണ്ടിട്ടില്ലേ? ഒരു തവണ പോലും? ഇല്ല. പക്ഷേ അച്ഛൻ അമ്മയെ കണ്ടിട്ടുണ്ട്. എന്നിലൂടെ. ഈ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോ അച്ഛന്റെ മനസ്സ് നിറയെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ആ കണ്ണ് നിറഞ്ഞിരുന്നു. മതി കുട്ടി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കും അതെ. ഞാൻ ഉദയനൂർ അമ്മയുടെ അടുത്തെത്തുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ നമ്മളെ ഒരുമിച്ച് അച്ഛൻ സ്വപ്നത്തിലിരുന്ന് കാണുന്നുണ്ടാവും. ഇപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരിക്കും സന്തോഷം കൊണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയത്? ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിച്ചു. എന്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് ആരും മനസ്സിലാക്കിയില്ല. ആ മുഖം ഓർക്കാൻ ഒരു ഫോട്ടോ പോലും കയ്യിലില്ലാതെ ഉരുകിയ ദിവസങ്ങൾ. മരണവിവരം അറിഞ്ഞ് ഞാൻ വരാതിരുന്ന എന്തെന്ന് നീ വിചാരിച്ചില്ലേ? അന്ന് എന്റെ മനസ്സിൽ അമ്മയുടെ മുഖമില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നത് കാണാത്ത അമ്മ എന്ന സ്ത്രീയോടുള്ള വെറുപ്പ് മാത്രം. അമ്മേ, എന്താ മോളെ? അതെ, നാളെ തന്നെയാ. ദൈവമേ, എന്താണെന്ന് പറ മോളെ. അമ്മേ, അച്ഛൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുന്ന ദിവസം. സത്യം? അതെ, കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു അച്ഛൻ. ദൈവം ഇപ്പൊ എന്നെ അത് ഓർമ്മിപ്പിച്ചതാ. എനിക്ക് നാളെ പോണം അമ്മേ. അച്ഛനെ ഇടയ്ക്ക് ആ വീട്ടിലേക്ക് പോണം. മോളെ, പോവും ഞാൻ. ആ കുഴിമാടത്തിന് മുന്നിൽ കുറെ സമയം നിൽക്കണം എനിക്ക്. അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ വരുന്നു എന്റെ കൂടെ? വരുന്നു അമ്മേ. അച്ഛന്റെ ശ്രാദ്ധമല്ലേ, എന്താ വന്നാല്? മോളെ, ഞാനെങ്ങനെയാ? അമ്മ വരണം, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ നേരത്തെ കുടിക്കാൻ വെള്ളം എടുത്തില്ല, ഞാനിപ്പോ കൊണ്ടുവരാം. ചായ. വിരുന്നുകാരും എഴുന്നേറ്റില്ലേ? ഓ, അതിരാവിലെ പള്ളി ഉണർന്നിട്ടുണ്ട്. കുളിയും ജപവും തോന്നുന്നു. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. എന്തോ ദുരുദ്ദേശമാണെന്ന് വ്യക്തമാ. പ്രതാപേട്ടനാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത്. വെള്ളയാത്രയിലും ആയിരിക്കും. ഇനി പുള്ളിക്കാരൻ അറിയാതെയാണോ അമ്മയും മോളും കൂടെ പുറപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല.
ഉദയന്റെ വീട്ടിലൊന്ന് വിളിച്ചു ചോദിച്ചാലോ? വസുന്ധരാമായെ വിളിക്കാനോ? എനിക്കൊന്നും വയ്യ. നന്ദനിക്ക് സിന്ദാബാദ് വിളിക്കുന്ന കക്ഷിയാ. അമ്മായിക്കാണെങ്കിൽ എന്നോട് അത്ര താല്പര്യം ഇല്ലതാനും. അത് നീ അവളുടെയും കാമുകന്റെയും കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചതുകൊണ്ടല്ലേ? എങ്ങനെ? ഞാൻ പറഞ്ഞു കേൾപ്പിച്ചെന്നോ? എന്നെ അതിന് പ്രേരിപ്പിച്ചത് ആരായിരുന്നു? കാലുവാരല്ലേ രഘുവേട്ടാ? ഒരു കാര്യം ചെയ്യ്, ഉദയനെ രഘുവേട്ടനൊന്ന് വിളിച്ചു നോക്ക്, വിവരങ്ങൾ അറിയാലോ. ഒരേ സമയം ഉദയന്റെ കസിനും അമ്മാവനുമാണല്ലോ രഘുവേട്ടൻ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഉദയൻ ഫോൺ എടുക്കണമെന്നില്ല. എടുത്താലും അയാൾ ഒരുമാതിരി ബുദ്ധിജീവി സ്റ്റൈലിൽ സംസാരിക്കും. നന്ദനയുടെ കാര്യം അറിയണമെങ്കിൽ അവളോട് ചോദിക്കണമെന്ന് വേണമെങ്കിൽ പറയും. ഇന്നലെ ഈ മുറ്റം വരെ വന്നിട്ട് ഒന്ന് കേറാതെ പോയ പാർട്ടിയല്ലേ? ചുരുക്കത്തില് ആർക്കും ഒന്നിനും വയ്യ. ഞാൻ നോക്കട്ടെ സന്ദർശന രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റൂന്ന്. വിദ്യേച്ചയ്ക്കും നന്ദനയ്ക്കും കൂടിയുള്ള ചായ എടുത്തിട്ടില്ലേ? ആ, അടുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തു കുടിക്കട്ടെ. നിങ്ങൾക്കുള്ള ചായ ചൂടാറി പോവല്ലോന്ന് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കൊണ്ടുവരട്ടെ വിദ്യാർത്ഥി? വേണ്ട പ്രതിഭേ, എടുത്തു കുടിച്ചോളാം. ഉദയനെ വിളിച്ചില്ലേ നന്ദനെ? രാത്രിയിലും ദാ ഇപ്പോഴും വിളിച്ചു അമ്മായി. അല്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ് കോൾ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിലെ പൈസ തീരാതിരിക്കാനായിട്ടാ. അത്രയ്ക്കൊന്നും കരുതൽ വേണ്ടെന്ന് ഞാനും പറയാറുണ്ട്. രണ്ടുപേരും രാവിലെ കുളിച്ചൊരുങ്ങിയല്ലോ. കാപ്പി കുടിക്കാതെ മടങ്ങി പോവാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അത് വേറെ. ഞങ്ങളിപ്പോ തിരിച്ചു പോകുന്നില്ല പ്രതിഭേ. പിന്നെ അമ്പലത്തിലേക്കാണോ? അതുമല്ല. രഘു, നിനക്കെന്താ പ്രോഗ്രാം? ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പുറത്തു പോകണം. അത്യാവശ്യമൊന്നുമില്ല. ആ, എന്നാ ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ? എന്നാ പിന്നെ ഞാനും വരാം. ഒന്നിച്ചൊരു യാത്രയാവുമല്ലോ അല്ലേ? അതെ. അമ്മായി വന്നോട്ടെ. അല്ല, എവിടെ പോവാൻ? സ്ഥലപ്പേരെന്തായിരുന്നു മോളെ? മണക്കാട്. മണക്കാടോ? അവിടെ ആരെ കാണാനാ? ഞാൻ താമസിച്ചു വളർന്ന പനക്കിലെ വീട് അവിടെയാ. എന്റെ അച്ഛന്റെ വീട് അവിടേക്കാ പോകുന്നത്. ഇന്നലെ രാത്രി തീരുമാനിച്ചതാണ്. അയ്യോ, എന്തു പറ്റി പ്രതിഭേ? എനിക്കിന്ന് വരാൻ പറ്റില്ലട്ടോ. ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തതുമായിട്ട് ആളിങ്ങ് വരും. ഞാനത് ഓർത്തില്ല. അവരോട് നാളെ വരാൻ പറഞ്ഞ പോരെ അമ്മായി? നമുക്കിന്ന് പോയിട്ട് വരാം. നാളെ വരാനോ? ഭയങ്കര തിരക്കുള്ള പാർട്ടിയാ. പിന്നെ ഇനി അടുത്ത മാസം നോക്കിയാ മതി എന്റെ ബ്ലൗസ്. നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. എനിക്കും ഇന്ന് വരാൻ പറ്റില്ല. അതെന്താ? നിനക്കും ബ്ലൗസ് തയ്ച്ച് കിട്ടുന്ന ദിവസമാണോ ഇന്ന്? എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. ഒട്ടും സമയമില്ല. വരാൻ സമ്മതിച്ച പോലെ ആയിരുന്നു ആദ്യം ചെറിയമ്മാവൻ. അത് അടുത്തുള്ള വല്ല അമ്പലത്തിലേക്കായിരിക്കും വിചാരിച്ചു ഞാൻ. അതൊന്നുമല്ല. ശിവരാമേട്ടന്റെ വീടെന്ന് കേട്ടപ്പോ രഘുവിന്റെ മനസ്സ് മാറിയതാ. എങ്കിലാണെന്ന് തന്നെ വെച്ചോ. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിനക്ക് ആ മനുഷ്യനോടൊരു ദേഷ്യം അടങ്ങിയില്ലേ? രാവിലെ വേറെ ഒരു വിഷയമില്ലേ വിദ്യേച്ചിക്ക് സംസാരിക്കാൻ? പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടെ വരെ പോകുന്നെന്ന് പറ. എപ്പോഴും ബസ് കിട്ടുന്ന സ്ഥലമൊന്നുമല്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടുത്തെ കാർ എടുക്കാം അല്ലേ മോളെ? എന്തായാലും പോകാൻ തീരുമാനിച്ചു. കാറ് പക്ഷേ കണ്ടീഷൻ അല്ലെന്ന് പറയാനാണ് അമ്മായി? സാരമില്ല, ടയറും ബ്രേക്കും ഉണ്ടല്ലോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചാവി എവിടെയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ആ
ഒരു നിമിഷം ഞാൻ അച്ഛനെ ഓർത്തുപോയി. ഇതാ അമ്മ ഞാൻ വളർന്ന വീട്. അടച്ചിട്ടിരിക്കുകയാണല്ലോ, ആരും താമസമില്ലെന്ന് തോന്നുന്നു. വാമ്മേ. ആരാ മോളേത്? കുമ്പളത്തമ്മ. മോളായിരുന്നോ? ഇത് കുമ്പളത്തമ്മ, അപ്പുറത്തെ വീട്ടിലെയാ. എന്നെ അക്ഷരം പഠിപ്പിച്ച ആശാത്തിയമ്മ കൂടിയാ. ഓ, ഇത് എന്റെ അമ്മ. ഇവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ലേ? ഇല്ല, പെയിന്റ് അടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. വാങ്ങിച്ചവര് വല്ലപ്പോഴും വരും. പേർഷ്യല. ഓ, താക്കോല് ഞങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ. താക്കോല് വേണോ മോളെ? വേണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാട്ടോ. നിക്ക്. വാമ്മേ. അമ്മേ, 2 പശു, ക്ടാവ്, ആട് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മിണി എന്ന് പറയുന്ന ഒരു ആട്ടിൻകുട്ടി എന്റെ കൂടെ നിന്ന് മാറില്ലായിരുന്നു. മോളെ, എന്താ അമ്മേ? ശിവരാമേട്ടനെ അടക്കിയത് എവിടെ? ദാ അവിടെ. അമ്മ വരൂ. എന്റെ ഈശ്വരാ, ഇവിടെ അച്ഛനെ അടക്കിയത്. ഒരിക്കൽ പോലും ഒന്ന് കാണാൻ വന്നില്ല ഞാൻ. മരിച്ചപ്പോ പോലും. ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം ഒരാൾ ഓർത്തില്ലല്ലോ അമ്മ. ആരിനെ എന്തോർത്തിരിക്കാനാ? മരിച്ചൊരു കൊല്ലം ആയപ്പോഴേക്കും എന്റെ അച്ഛനെ എല്ലാവരും മറന്നു. മനസ്സുകൊണ്ട് ബലിയിടാൻ ശിവരാമേട്ടന്റെ മോള് വന്നില്ലേ? സന്തോഷായി കാണും അച്ഛന്റെ ആത്മാവിന്. താക്കോല്. മാമേ, വാമേ. ഊണുമുറി അടുക്കള അവിടെയാ. അമ്മ വാ. പ്രസവിച്ച ഞാനല്ല. പിന്നെ പിന്നെ ആരാ എന്റെ അമ്മ? നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യ. അവരാ നിന്റെ അമ്മ. അച്ഛന്റെ കൂടുതൽ അറിയണമെങ്കിലേ അങ്ങേരോട് പോയി ചോദിക്കേ. അധികം അറിയാനൊന്നുമില്ല. ആ സ്ത്രീ ഇപ്പോഴില്ല, ചത്തു മണ്ണടിഞ്ഞു പോയി. നിന്റെ ജാതക ഗുണം
വല്ലവളുടെ സന്തതിയെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല. Yeah.